KN അനന്തപത്മനാഭൻ, കരുമനശ്ശേരി നാരായണയ്യർ അനന്തപത്മനാഭൻ. കേരള ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായിരുന്നിട്ടും അനന്തപത്മനാഭന് ഒരിക്കലും ഇന്ത്യൻ ദേശീയ ടീമിൽ കളിക്കാൻ സാധിച്ചില്ല. ഈ യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വേദന നിറഞ്ഞ അധ്യായമാണ്. 1990-കളിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം തിളങ്ങി നിന്നു. രഞ്ജി ട്രോഫിയിൽ 2000-ലധികം റൺസും 200-ലധികം വിക്കറ്റുകളും നേടിയ ആദ്യ മലയാള താരമായി അദ്ദേഹം. ഓസ്ട്രേലിയൻ താരങ്ങളായ സ്റ്റീവ് വോ, റിക്കി പോണ്ടിംഗ് തുടങ്ങിയവരുടെ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ എ ടീമിലും തന്റെ കഴിവ് തെളിയിച്ചു. എന്നിട്ടും ദേശീയ ടീമിലേക്കുള്ള വാതിൽ അദ്ദേഹത്തിനായി തുറന്നില്ല. കാരണം ആ കാലഘട്ടം ഇന്ത്യൻ ക്രിക്കറ്റിൽ അനിൽ കുംബ്ലെ എന്ന ഇതിഹാസ ലെഗ് സ്പിന്നറുടേതായിരുന്നു. ടീമിന് ഒരേ ശൈലിയുള്ള 2 ലെഗ് സ്പിന്നർമാരെ ആവശ്യമില്ലായിരുന്നു. ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും കുംബ്ലെയുടെ അനിഷേധ്യമായ സാന്നിധ്യം കാരണം സെലക്ടർമാർ അനന്തപത്മനാഭനെ പരിഗണിക്കേണ്ടി വന്നില്ല. ഒരു ക്രിക്കറ്റ് താരത്തിന് രാജ്യത്തിനായി കളിക്കാനുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോവുക എന്നത് വലിയൊരു വൈകാരിക ആഘാതമാണ്. തന്റെ പ്രതിഭയ്ക്ക് അർഹമായ അംഗീകാരം ലഭിക്കാതെ പോയത് അനന്തപത്മനാഭന്റെ കരിയറിലെ തീരാ നഷ്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ വേദനയിൽ തളർന്നിരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ വൈകാരിക നഷ്ടത്തിന് അദ്ദേഹം മറുപടി നൽകിയത് മറ്റൊരു മഹത്തായ നേട്ടത്തിലൂടെയാണ്. കളിക്കളത്തിൽ നിന്നും വിരമിച്ച ശേഷം അദ്ദേഹം അമ്പയറിംഗിലേക്ക് തിരിഞ്ഞു. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ മികച്ച പ്രകടനത്തിലൂടെയും അദ്ദേഹം 2020-ൽ ICCയുടെ അന്താരാഷ്ട്ര അമ്പയർമാരുടെ പാനലിൽ ഇടം നേടി. കളിക്കാരനായി സ്വപ്നം കണ്ട അന്താരാഷ്ട്ര വേദിയിൽ അമ്പയർ എന്ന നിലയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. തൻ്റെ വൈകാരികമായ നഷ്ടത്തിന് ലോകോത്തര നിലവാരമുള്ളൊരു മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം നിരാശയിൽ നിന്ന് വിജയത്തിലേക്ക് നടന്നു കയറിയ പ്രചോദനാത്മകമായ കഥയായി മാറിയിരിക്കുന്നു.